ബാക്ക്. ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. പനിയൊക്കെ ഒരുവിധം കുറഞ്ഞു വന്നിട്ടുണ്ട്. ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം പനി കുറഞ്ഞെന്നുണ്ടെങ്കിലും ബോഡി പെയിനും കാര്യങ്ങളും മാറിയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ ലേറ്റായി പോയത്. ഞാൻ 3 ദിവസം കൂടുമ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാം കുളമായി. അങ്ങനെയാണല്ലോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലല്ലേ ഓരോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് ഫ്രൈഡേ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് മടിയൊക്കെ ആവാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. രാവിലെ 5 മണിക്ക് തന്നെ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുകയാണ്. പാവട്ടോ, അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ലോണം ഞാൻ ഹേസുട്ടിന് ഉറങ്ങി. വന്നപ്പോൾ നാസ്തയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഹേസുട്ടൻ്റെ അടുത്ത് പോയിട്ട് ഹേസുട്ടനെ ഉണർത്താനുള്ള പരിപാടിയാണ്. ഇങ്ങനെയാണ്. ഹേസുട്ടൻ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉണർത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൻ തനിയെ എഴുന്നേൽക്കുകയല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണർത്തുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പാടെ ഭയങ്കര കരച്ചിലും സീനുമായിരുന്നു. എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇക്കായെ തിരക്കിയിട്ട് ഇക്കാന്ന് പറഞ്ഞ് വിളിക്കുന്നവൻ ഇന്നായപ്പോൾ ഉറക്കം ശരിയാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അത്ഭുതകരമായി എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കരഞ്ഞതിന് ശേഷം ഞാനും ഇക്കായും കൂടി മാറി മാറി എടുത്തു. കുറേ നേരം വരെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാറിലൊക്കെ ഇരുത്തിയപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയേ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് ഹേസുട്ടിന് ഹെൽത്ത് മിക്സൊക്കെ കുറുക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചക്കവറ്റിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഹേസുട്ടിന് കുറുക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയും മുട്ടക്കറിയാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒളിച്ചൊക്കെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ നിന്ന് എല്ലാവരും കൂടി അവിടെയുള്ള പള്ളിയിലാണ് കേട്ടോ പോകുന്നത്. ബാച്ചിലേഴ്സ് റൂമിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരുമിച്ചായിരിക്കും എല്ലാവരും നമസ്കരിക്കുന്നത്. ഇന്ന് മയ്യത്ത് നമസ്കാരം കൂടി ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും കൂടി. ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ അടുത്തൊരു മരണം നടന്നിട്ടുണ്ടെന്ന്. ഇക്കയുടെ മൂത്തുമ്മാണ്. അപ്പോൾ ആൾ മരിച്ചതിൻ്റെ മയ്യത്ത് നമസ്കാരം എല്ലാവരും കൂടി ആ റൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ റൂമിനടുത്തുള്ള പള്ളിയിലല്ല, അപ്പോൾ അവിടെയാണ് ഇന്ന് പോകുന്നത് ജുമാക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇക്ക ഹേസുട്ടൻ കാണാതെ പോയിട്ടുണ്ടായി. ഞാൻ അപ്പോഴേക്കും ഹേസുട്ടനെ റൂമിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നേരവും കൂടെയൊക്കെ കരഞ്ഞു കാണാണ്ടായപ്പോൾ. അതിനുശേഷം റൂമൊക്കെ ഒന്ന് ഒതുക്കി റൂമൊക്കെ അടിച്ച് വാരി തുണികളൊക്കെ ഒരുപാട് കഴുകാനുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാത്രമാണ് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് തന്നെ നല്ലോണം വ്യൂസിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ യൂട്യൂബ് തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷനും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വ്യൂവേഴ്സിലേക്ക് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനൊന്നും വരാത്തതുകൊണ്ട് വ്യൂസും കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പഴയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓഫാക്കിയിരിക്കുകയാണ് യൂട്യൂബ് തന്നെ. വീക്കിലി എന്തായാലും ഞാനൊരു വ്ളോഗ് ചെയ്യാനായിട്ട് നോക്കാം ഇൻഷാ അല്ലാ. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്താണെന്നുള്ളത് നാളത്തെ കാര്യം നാളെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസുട്ടന് സ്നാക്കായിട്ട് ഞാൻ തണ്ണിമത്തം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടന് നല്ല രീതിയിൽ ഓക്കെ ആയിട്ടില്ല. അവന് ജലദോഷം ചെറുതായിട്ടുണ്ട്. എനിക്ക് ബോഡി പെയിൻ ഉണ്ട്. ഇക്കാക്ക് ചെറിയ രീതിയിൽ തൊണ്ടവേദന. അങ്ങനെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. എല്ലാവർക്കും ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. ഭയങ്കര ക്ഷീണവും കാര്യമാണ്. അതുകൊണ്ട് ഇന്നലെയും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ബ്ലഡൊക്കെ കൊടുത്തിട്ട് ബ്ലഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വൈറ്റമിൻ ഡിയുടെ കുറവായി. എനിക്കിവിടെ വരുന്ന സമയത്ത് എപ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാറുണ്ട് കേട്ടോ. നമ്മൾ ചൂട് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തങ്ങനെ നൈറ്റ് ടൈമിലൊക്കെ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ അങ്ങനെ ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ വരുമ്പോൾ. അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞ സമയത്ത് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് മുടി ഒഴിച്ചിലും ഉണ്ട്. അങ്ങനെ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇക്ക കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടൻ തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ട് അപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. അപ്പുറത്ത് എല്ലാവരും കൂടെ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ റോജിബായൊക്കെ ഇന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബിരിയാണിയൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കും കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം നല്ല ചൂടാണ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ചൂടാണ്. നമ്മൾ വിൻഡോ തുറക്കുമ്പോൾ തന്നെ ചൂട് തീ കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു. തണുത്ത വെള്ളം എടുക്കാൻ പറ്റില്ല. എങ്കിലും നമ്മളിപ്പോൾ കുപ്പിയിലെ വെള്ളം കുറച്ച് തണുത്തിരിക്കായിരിക്കും. റൂമിൽ AC ഒക്കെ ഇടുന്നത് കൊണ്ട് അതിൻ്റെ തണുപ്പുണ്ട്.
അങ്ങനെ വെള്ളമൊക്കെ കലക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹേസൂട്ട എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. രാവിലെ എഴുന്നേറ്റ് ആ ഒരു കരച്ചിലും കാര്യങ്ങളൊന്നും പിന്നെ എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം ഇത് തന്നെയാണ്, അവൻ തനിയെ എഴുന്നേൽക്കുന്നതും വിളിച്ചുണർത്തണതും തമ്മിൽ നല്ല വ്യത്യാസമാണ്. കുഞ്ഞുങ്ങളെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ആണെന്നുണ്ടെങ്കിൽ തനിയെ ഉണരുന്നതും നമ്മൾ വിളിച്ചുണർത്തുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത് എഴുന്നേറ്റ സമയത്ത് ആൾ നല്ല ഓക്കെ ആയിരുന്നു, ഇക്കാരുടെ കാര്യവും പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വിളിച്ചു, അങ്ങനെ സംസാരിച്ചത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ചോറ് ഞാൻ ഹേസൂട്ടന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, റൈത്തയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൈത്തയും കൂടെയൊക്കെ ഉണ്ടാക്കി പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഹേസൂട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി കേട്ടോ ഒന്ന് ചോറ് കഴിച്ചപ്പോൾ, കാരണം നമ്മൾ 10:30 ആയിട്ടുണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാമെന്ന് കരുതിയിട്ടാണ് ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു, നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പലരും വലിയ കാര്യമാക്കാണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്തൊക്കെ നമ്മൾ രാജ്യത്ത് വരുന്ന സമയത്ത് നമുക്ക് സൺ എക്സ്പോഷറും കാര്യങ്ങളും അത്രത്തോളം കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടെയല്ല, കൂടുതലും മഞ്ഞ് മൂടിയിട്ടുള്ള ക്ലൈമറ്റുള്ള ഏരിയകളിലൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. ആങ്സൈറ്റി കൂടുക, ഡിപ്രഷൻ വരിക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, അപ്പറ്റൈറ്റ് കുറയുക, ഹെയർ ലോസ് ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് മസിൽ സ്ട്രെങ്ത് ഒക്കെ പോവുക, ഇങ്ങനെയുള്ള പല സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ നമുക്കതൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈവൻ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും നല്ലോണം വെയിൽ കൊള്ളുന്നവർക്കും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറയുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ വരുവേ. ആ ഒരു സമയത്താണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഭാഗ്യത്തിന് 2-3 തവണയൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണെന്നുള്ളത്. ഫിഗ്, ബനാന ഇതിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട് കേട്ടോ. വൈറ്റമിൻ ഡി മാത്രമല്ല, ABCD ഇതൊക്കെ ഫിഗിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു വൈറ്റമിൻ ഡി. മുടി കൊഴിച്ചിൽ വന്നപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. പിന്നെ ഭയങ്കര ഉറക്കം, ക്ഷീണം അങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കത്തും. ഇതാണ് എന്നുള്ളത്. കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നവർക്ക് അതിൻ്റെ ഒരു സിംറ്റംസ് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 5 മണിക്കായി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും ആദ്യം റെഡിയാവുന്നുണ്ടാവുക കേട്ടോ. ഹേസൂട്ടനെ ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നിൽക്കുന്ന കോലത്തിൽ ഇറങ്ങേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് ഹേസൂട്ടനെ ഒരുക്കുന്നത്. ഷൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റൂം കൂട്ടാനുള്ള ടൈം പോലും അവൻ നമുക്ക് തരാറില്ല കേട്ടോ. പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ തന്നെ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഹേസൂട്ടനെ ലാസ്റ്റാണ് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മൾ ടാക്സിയിലൊക്കെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങി അപ്പോഴേ ഓട്ടോ ആണ് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാവേ. ആയിട്ട് എല്ലാവർക്കും ചുമയും ജലദോഷവും പനിയൊക്കെയാണ് ഈ ഒരു ക്ലൈമറ്റിൽ. അപ്പോൾ താഴെ ഇറക്കാൻ എനിക്ക് പേടിയായിരുന്നേ, കാരണം ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ അവൻ നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് താഴെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഒരുപാട് പിള്ളേരെ കണ്ടു, അവരെ പിറകെയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അവരെ കണ്ട സമയത്ത്. എന്നാൽ കുറച്ച് നേരമൊക്കെ അവരെ കൂടെ നിന്ന് ഞാൻ ഡോക്ടറിനെ കാണാൻ കയറിയ സമയത്ത് ഇക്കായും ഹേസൂട്ടനും കൂടി ആ പഞ്ചായത്ത് ഫുള്ള് കറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിയ സമയത്ത് 2 വിയർത്ത് കുളിച്ചിട്ട് നിൽക്കുകയായിരുന്നേ, കാരണം അത്രയ്ക്കും ചൂടായിരുന്നു പുറത്ത്. ഹേസൂട്ടൻ ഒരു വിധത്തിൽ അകത്തിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കറങ്ങാനായിട്ട് പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹേസൂട്ടൻ അതിൽ കരച്ചിലായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഒക്കെ നിൽക്കുമായിരുന്നു, കാരണം അത്രയ്ക്ക് അവിടെ ഇട്ട് ഫുള്ള് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ഇട്ട് വീണ്ടും ചക്കവറ്റിലും പിന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ രാത്രിയിലൊന്നും കഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലേറ്റായിട്ടല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച്. അതുകൊണ്ട് രാത്രിയിൽ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.